നമ്മള് ബൈബിൾ സർവേയുടെ ക്ലാസ്സിൽ ചരിത്ര പുസ്തകങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോശുവയുടെ പുസ്തകത്തിലായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലങ്ങളെ കുറിച്ച്, അതുപോലെ യോശുവ മുഖാന്തരം മോശയിലൂടെ ദൈവം കാണിച്ചു കൊടുത്ത പ്രകാരം ആ ഭൂപ്രദേശത്തെ 12 ഗോത്രങ്ങൾക്ക് വിഭാഗിച്ചു കൊടുക്കുന്നതും അതിന്റെ മറ്റു പല പശ്ചാത്തലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുകയുണ്ടായി. അപ്പം ഏറെക്കുറെ നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് യോശുവയുടെ പുസ്തകം കഴിഞ്ഞാൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ തീർക്കാൻ പറ്റാവുന്ന സംശയങ്ങൾ ഞാൻ തീർക്കാം. ആർക്കും ഡൗട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൗനം സമ്മതമായിട്ട് പരിഗണിക്കുന്നു. ഓക്കെ, അപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം നമ്മുടെ നോട്ട് എന്റെ ഇത് എല്ലാം കൊടുത്തിട്ടുണ്ടോ? എങ്ങനെ? ഞാനത് ചോദിക്കാനും വിട്ടുപോയായിരുന്നു. നോട്ട്സ് ആവശ്യപ്പെട്ടവർക്ക് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ചിലര് നമ്മൾ പ്രിന്റ് ചെയ്ത നോട്ട് വാങ്ങിയവരുണ്ട്, ചിലവര് നമ്മളോട് PDF അയച്ചു കൊടുക്കാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് PDF അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്ലാസ് നോട്ട് എല്ലാവരുടെ കയ്യിൽ. എല്ലാവരും എഴുതുന്നുണ്ടല്ലോ. നമ്മുടെ നോട്ടിന് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ഭാഗത്തൊക്കെ നമുക്ക് ചില അപാകതകൾ പറ്റിയിട്ടുണ്ട്. അത് കറപ്ഷൻ ചെയ്യാൻ ഞാൻ ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ക്ലാസ്സിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും അത് ആ ഭാഗം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിക്കണം. അത് നമുക്ക് കറക്റ്റ് ചെയ്ത് പോകാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധാപൂർവം ഇരിക്കുക. അപ്പോൾ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇസ്രായേൽ ജനത്തെ യോശുവയുടെ കാലശേഷം ഇസ്രായേൽ ജനത ന്യായാധിപന്മാരാണ് നയിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ നിയോഗത്താൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരുന്ന ന്യായാധിപന്മാരാണ് അവർ നയിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഒട്ടും അറിയാത്ത മിക്കവാറും ആൾക്കാർക്ക് അറിയാമെങ്കിലും ഒട്ടും ബൈബിളിനെ കുറിച്ച് അറിയാത്ത കുറച്ച് പേരുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി സ്പിരിച്വലായിട്ട് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്, ആത്മീകമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും ഇപ്പോൾ യാത്ര ചെയ്യുന്നില്ല. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കുള്ളത് കൊണ്ട് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പം ഏകദേശം 16 ന്യായാധിപന്മാരാണ് ഇസ്രായേലിനെ ആ കാലഘട്ടങ്ങളിൽ ഭരിച്ചത്, അല്ലെങ്കിൽ അവരെ നടത്തിയത്. അതിന്റെ കാരണം യോശുവ അവർക്ക് സ്ഥലങ്ങളൊക്കെ പകുത്തു കൊടുത്തെങ്കിലും അവിടുത്തെ ദൈവം പറഞ്ഞതനുസരിച്ച് മുഴുവൻ ജാതികളെ അവർക്ക് പുറത്താക്കാൻ സാധിച്ചില്ല. അതിന് ഒരു കാരണം ബൈബിൾ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് യുദ്ധം അഭ്യസിച്ചിട്ടില്ലാത്തവരായിരുന്നു അവരിൽ ഏറിയ പങ്ക് ആളുകളും. കാരണം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആളുകളൊക്കെ മരുഭൂമിയിൽ വെച്ച് പട്ടുപോയി. പിന്നെ മരുഭൂമിയിൽ വെച്ചുണ്ടായിട്ടുള്ള ഒരു തലമുറയാണ് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അവർ യുദ്ധം അഭ്യസിച്ചവരല്ല. അപ്പൊ ഈ ജാതികൾ അവിടെ നിർത്തുവാൻ ദൈവം എല്ലാ ജാതികളും നീക്കിക്കളയാൻ പറഞ്ഞിരുന്നു. എങ്കിലും ഇവർ യുദ്ധത്തിന് പ്രാപ്തരല്ലാത്തത് കൊണ്ട് അവരെ ഒരു യുദ്ധത്തിന്റെ പ്രാപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ശേഷിപ്പിച്ച കുറച്ച് ജാതികൾ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അവരോട് കൂടെ ഇടകലരരുത്, അവരോട് കൂടെ മിങ്കിളാവരുത്. അതെല്ലാ തരത്തിലും, ആത്മീകമായിട്ടാണെങ്കിലും ഭൗതികമായിട്ടാണെങ്കിലും അവരോട് ഇടകലരരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർപാടിന്റെ അനുഭവം ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവരുടെ കുടുംബത്തിൽ, ഒരു ഇസ്രായേലിയ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ പുത്രന്മാർക്കോ പുത്രിമാർക്കോ മറ്റ് ജാതികളിൽ നിന്നുള്ള അവരെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റു ജാതികളിൽ നിന്നുള്ളവരെ ഇവരുടെ വിവാഹത്തിലേക്ക് പങ്കാളികളാക്കരുത്. പുത്രന്മാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും പുത്രിമാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവരെ വിവാഹത്തിലേക്ക് ഉൾപ്പെടുത്തരുത്. അവരുടെ സ്വന്തം ഗോത്രങ്ങളിൽ നിന്നുള്ള അവരെ മാത്രമേ അതിനുവേണ്ടി തിരഞ്ഞെടുക്കാവുള്ളൂ. അതൊരു വലിയ കൽപ്പനയായിരുന്നു അവർക്ക്. പക്ഷേ ഇസ്രായേൽ ജനത ഏറ്റവും കൂടുതലായിട്ട് വഷളായി ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുമാണ് ഏറ്റവും കൂടുതൽ വഷളായിട്ട് ജീവിച്ചത്. അവര് അന്യദൈവങ്ങളിൽ വശീകരിക്കപ്പെട്ട് അന്യദൈവങ്ങൾക്ക് പൂജകൾ നടത്തിയും അതുപോലെ തന്നെ അവരെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം അവരെ
വ്യത്യസ്തരായിട്ടുള്ള മറ്റ് പല രാജാക്കന്മാർക്ക്, ബലവാന്മാരായിട്ടുള്ള രാജാക്കന്മാരുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കുകയും അവരെ ദണ്ഡിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ ആത്മീകമായിട്ടുള്ള നന്മകൾ മാത്രമല്ല ഭൗതികമായിട്ടുള്ള നന്മകളൊക്കെ അവര് അപഹരിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് വല്ലാതാകുമ്പോൾ ഇസ്രായേൽ ജനത ദൈവസന്നിധിയിൽ കരയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ, ഞങ്ങൾ നിന്നോട് പാപം ചെയ്തു പോയി, ഞങ്ങൾ അന്യ ദൈവങ്ങളെ ആരാധിച്ചു, മറ്റു പല ദോഷവഴികളിലൂടെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അതായത് അവർക്ക് കൊടുത്ത പ്രമാണം അനുസരിക്കാൻ അവർക്ക് പൂർണ്ണമായിട്ട് സാധിച്ചില്ല എന്ന് അവർ ദൈവത്തോട് നിലവിളിക്കുന്ന സമയത്ത് ദൈവം ഓരോ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് ശത്രു രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് അവരെ വിടിവിക്കുന്ന രംഗങ്ങളാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ഒട്ടുമുക്കാലും നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുക. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 16 ന്യായാധിപന്മാരാണ് ഇസ്രായേലിൽ ഭരണം നടത്തിയ ആ കാലഘട്ടങ്ങളിൽ ന്യായപാലനം ചെയ്തത്. അതില് നമ്മുടെ പുസ്തകത്തിനകത്ത് ചെറിയൊരു കറപ്ഷൻ ഉള്ളത് പറയാനുള്ളത്, 12 പേരെ നമുക്ക് 12 പേരെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുള്ളൂ. അത് പേരായിട്ട് അങ്ങനെ കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടും ഇല്ലെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, 16 ന്യായാധിപന്മാരാണ് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തത്. അപ്പൊ അതിന്റെ ആ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ 17ാമത്തെ ഭാഗം, ന്യായാധിപന്മാരുടെ പുസ്തകം 17ാമത്തെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വിഷയവിഭജനം എന്നൊരു ഭാഗമായിട്ട് നമുക്ക് കാണും. അത് കാണാൻ സാധിക്കുന്നുണ്ടോ? സമാന്തര സുവിശേഷങ്ങളിലാണോ അതുള്ളത്? അല്ല, നമ്മൾ സമാന്തര സുവിശേഷങ്ങളല്ല, നമ്മള് എന്താ പറയാ, ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് നമ്മളിപ്പോ. പഴയ നിയമ സർവേയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ബൈബിളിന്റെ സെക്കൻഡ് പോർഷനിൽ, അതായത് നമ്മൾ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചിരുന്നു. അതിലൊന്ന് ബുക്കിന്റെ പുറത്തുള്ള പേര് ഞാൻ ഉദ്ദേശിച്ചത്. ബുക്കിന്റെ പുറത്ത് അങ്ങനെ ബുക്കിന്റെ പുറത്ത് അങ്ങനെയാണോ പേര് വന്നേക്കണേ? അങ്ങനെ വരില്ല. ലാസ്റ്റ് ബുക്ക് തന്നിട്ടില്ല, ആദ്യത്തെ ഒരു സെറ്റ് അല്ലേ തന്നത്. അതില് ഒരു ബുക്കിന്റെ പേര് രക്ഷാചരിത്രം, ഒന്ന് യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും. ഒരു ഭാഗം ഉണ്ടല്ലോ, 8 ബുക്കാണ് തന്നത്. അല്ല, നമ്മളതിന്റെ PDF അയച്ചില്ല സർവയുടെ ബുക്ക്. ഒരെണ്ണം കൂടെ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നിട്ടില്ല അല്ലേ? ഇല്ല. അതിന്റെ PDF അയച്ചില്ല. PDF ഈ ഓൾഡ് ന്യൂ ടെസ്റ്റ്മെന്റ് സർവയുടെ PDF അയച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്കിപ്പോ ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഇങ്ങനെ കൊണ്ടുപോകാം, അത്രേ പറ്റുള്ളൂ. നോട്ട് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമുണ്ട്. ഓക്കെ. അപ്പം ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ പ്രശ്നം അവരുടെ അധപതനം, ധാർമ്മികമായിട്ടുള്ള അധപതനവും ആത്മീകമായിട്ടുള്ള അധപതനവും തന്നെയാണ്. ധാർമ്മികമായ അധപതനം എന്ന് പറയുന്നത് അവരുടെ ഭൗതികമായ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള പാളിച്ചകൾ, അത് ആത്മീയതയുമായി അവർക്ക് കൊടുത്ത ന്യായപ്രമാണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിനെ ലംഘിക്കുമ്പോഴാണ് അത് അധാർമികതയായിട്ട് മാറുന്നത്. തിരുവഴുത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ, ഞാൻ ഒന്ന് പറയുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇന്ന് നമ്മുടെ വാലിപ്പറമ്പ് ക്ലാസ്സിൽ എടുത്ത ആ ഒരു ഭാഗത്ത്, അല്ല, അവിടെ നമ്മുടെ ജോബ്സി സിസ്റ്റർ ഒരു സങ്കീർത്തനം വായിച്ചു. സിസ്റ്റർ, അതിന്റെ 1ാമത്തെ വാക്യം 1ഉം 2ഉം വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാവോ ജോബ്സി സിസ്റ്റർ? ഉണ്ടോ? ഒന്ന് കയറിയിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ? വായിക്കാം. സംഗീതം 32ന്റെ 1. അതെ 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 അതെ. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ഞാനത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്താ പറയാ, ബൈബിളിന്റെ ഒരു ആകത്തുകയാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അങ്ങനെ ഒത്തിരി ഭാഗങ്ങളുണ്ട് ബൈബിളിനകത്ത്. അപ്പം ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും പിന്നെ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പം ദൈവം കൊടുത്ത കൽപ്പന എന്ന് പറയുന്നത് നമുക്കറിയാം. 10 കൽപ്പനകളെ കുറിച്ച് നമുക്കറിയാം. ആ കൽപ്പനകളെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റിക്കൊണ്ടാണ് ഇസ്രായേൽ ജനത അവരുടെ ജീവിതം മുഴുവൻ നയിച്ചത് എന്നുള്ളതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോഴും രാജാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രമാത്രം അവര് പാപത്തിൽ അവർ മുഴുകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്.
അതിന്റെ ഒരു അനന്തരമായിട്ടുള്ള ഒരു പ്രതിഫലനമാണ് 32 സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇവർ ദൈവത്തോട് പലപ്പോഴും മറുത്തു മത്സരിച്ച് അല്ലെങ്കിൽ ദൈവിക കൽപ്പനകളെ പൂർണ്ണമായിട്ട് അനുസരിക്കാതെ അവരുടെ ജീവിതം അധാർമികമായ ഏറ്റവും അതിന്റെ ഉച്ചാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. പക്ഷെ ഇവരുടെ ഈ പ്രവൃത്തി മൂലം ദൈവം അവരെ വ്യത്യസ്തരായിട്ടുള്ള മറ്റ് രാജാക്കന്മാരുടെ കീഴിലേക്ക് അവരെ നയിക്കുകയും അവർക്ക് അടിമകളായിട്ട് ജീവിക്കേണ്ട കാലഘട്ടങ്ങളൊക്കെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് എഗ്ലോന്റെ കാലഘട്ടം, എഗ്ലോനൊക്കെ അവരെ ഭരിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ തിരുവഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ഈ പാപത്തിൽ മുഴുകി അന്യജാതിക്കാർ ഇവരെ ഭരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്ന് മനസ്സിലായി. അങ്ങനെ അവർ വീണ്ടും ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് ദൈവം എന്താ പറയാ മനസ്സലിവുള്ള ഒരു ദൈവമാണ്. അത് മുതലെടുക്കുന്ന ഒരു പരിപാടിയും കൂടെ ഇവർ ചെയ്തുകൊണ്ടിരുന്നു. ഈ മനസ്സലിവുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇവർ കടന്നു വരികയും ഇവരെ വീണ്ടും ഉദ്ധരിച്ചെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കൈകളിൽ നിന്ന്, ബലവത്തായ രാജാക്കന്മാരുടെ കൈകളിൽ നിന്ന് അവരെ ഉദ്ധരിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച 16 ന്യായാധിപന്മാരെ കുറിച്ചുള്ള ഒരു സവിസ്തരമായ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വ്യക്തിയായിരുന്നു ഒത്നിയേൽ. ഒത്നിയേല് വളരെയധികം കർത്താവിന് ഇസ്രായേൽ ജനത്തിന്റെ പരിപാലനത്തിനു വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്താ പറയാ, യഹോവയെ മറന്നുകൊണ്ട് അവര് മെസൊപ്പൊത്താമിയയിലെ രാജാവായ കൂശൻ റിഷാദീമിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. 8 വർഷം അവരെ സേവിക്കേണ്ടി വന്നു. തുടർന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. അവർക്ക് രക്ഷകനായി ദൈവം എഴുന്നേൽപ്പിച്ചു കൊടുത്ത ഒരു ന്യായാധിപനാണ് ഒത്നിയേൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി. എന്താ പറയാ, ന്യായാധിപൻ എന്ന് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. 7 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ അതിന്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, 40 വർഷം സ്വസ്ഥത വരുത്തി എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ എന്താ പറയാ ന്യായാധിപന്മാരുടെ കാലഘട്ടം കഴിയുമ്പോഴും അവർക്ക് കുറച്ചു കാലം സ്വസ്ഥത ലഭിക്കും, അല്ലെങ്കിൽ സന്തോഷത്തോടെ അവരെ ആത്മീക ജീവിതം നയിക്കും. ദൈവം അവർക്ക് നല്ല നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുവരും. അവരുടെ ആ ആത്മീകമായിട്ടുള്ള സമൃദ്ധിയിലും അതുപോലെ തന്നെ അവരുടെ ഭൗതികമായ സമൃദ്ധിയിലും അവർ അഹങ്കരിച്ച് വീണ്ടും അവര് മറ്റ് ദോഷവഴികളിലേക്ക് പോകും. അങ്ങനെ അവർ വീണ്ടും അടിമത്വത്തിലേക്ക് പോകും. ഇപ്പൊ നോക്കുക, 3-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ യേഹൂദ് എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി 16 ന്യായാധിപന്മാരെ കുറിച്ചുള്ള ഹിസ്റ്ററി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും സവിസ്തരം പ്രസ്താവിക്കാറുള്ളതും പ്രസംഗവേദികളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്, ഒന്ന് ഗിദയോനെ കുറിച്ച് നമ്മൾ സർവ്വസാധാരണമായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ശിംശോനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ദെബോരയെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ അപൂർവം കുറച്ച് വ്യക്തികളെ കുറിച്ച് മാത്രമാണ് നമ്മൾ എന്താ പറയാ നമ്മുടെ പ്രസംഗവേദികളിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഇതര സംഭവങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ അതുകൂടാതെ ഒത്തിരി പേര് ഇസ്രായേലിനെ അവരുടെ ദോഷവഴികളിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ചെടുക്കുവാൻ വേണ്ടി ദൈവം നിയോഗിച്ചെടുത്ത, പ്രവാചകന്മാരെ പോലെ തന്നെ നിയോഗിച്ചെടുത്ത വ്യക്തിത്വങ്ങളാണ് ന്യായാധിപന്മാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒത്തിരി എല്ലാവരുടെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഞാൻ അവരുടെ ലിസ്റ്റ് ഒന്ന് വായിക്കാം. ആരൊക്കെയാണ് ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാര്. 1 ഒത്നിയേലാണ്. 2 യേഹൂദാണ്. ഇവരൊക്കെ ചെയ്തിട്ടുള്ള പ്രത്യേക ദൗത്യങ്ങളെ കുറിച്ച് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഒത്നിയേല് ചെയ്ത ശക്തമായ ഒരു കനാന്യ പട്ടണം പിടിച്ചടക്കി എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു ദൗത്യം എന്ന് പറയുന്നത്. 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ അത് പരാമർശിക്കുന്നുണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തില്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തില് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവം ഇസ്രായേൽ ജനത വഴിവിട്ടു പോകുമ്പോൾ ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തികളാണ് ന്യായാധിപന്മാരെ. അവരെ നേർവഴിക്ക് കൊണ്ടുവരുവാനും അവരെ അടിമത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാനും ഒക്കെ ദൈവം ഉപയോഗിച്ച വ്യക്തികളാണ് ന്യായാധിപന്മാരെന്ന് പറയുന്നത്. അതിലെ 1-ാമത്തെ വ്യക്തിയാണ് ഒത്നിയേൽ. അപ്പൊ ഒത്നിയേൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർക്ക് പിടിച്ചെടുക്കുവാൻ കഴിയാതെ ഇരുന്ന, അല്ലെങ്കിൽ യോശുവ മുഖാന്തരം അവർക്ക് പിടിച്ചെടുക്കുവാൻ കഴിയാതിരുന്ന ഒരു കനാന്യ പട്ടണം അവർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ന്യായപാലന സമയത്തുണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത് എഴുന്നേൽപ്പിച്ച വ്യക്തിയാണ് യേഹൂദ് എന്ന് പറയുന്ന വ്യക്തി. 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിൽ ആ പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. മോവാബ് രാജാവായ യഗ്ലോനെ അദ്ദേഹം കൊന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തിരോധാനം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഇസ്രായേലിന് വേണ്ടിയിട്ട് ദൈവം ന്യായപാലനം ചെയ്യുവാൻ വേണ്ടി എഴുന്നേൽപ്പിച്ച മറ്റൊരു വ്യക്തിയാണ് യേഹൂദ്. പിന്നെ മൂന്നാമത് ദൈവം എഴുന്നേൽപ്പിച്ച മറ്റൊരു വ്യക്തിയാണ് ശങ്കർ എന്ന് പറയുന്ന വ്യക്തി. അതിന്റെ 31-ാമത്തെ വളരെ ചെറിയ തോതിൽ ഉള്ള ഒരു പരാമർശങ്ങൾ മാത്രമേ ശങ്കറിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. 600 ഫെലിസ്തരെ കൊന്നു എന്നുള്ളതാണ്. ഫെലിസ്തീ അവരുടെ നിരന്തര ശത്രുവായിട്ട് ശത്രുനിരയിൽ നിന്നിരുന്ന ഒരു രാജ്യമായിരുന്നു ഫെലിസ്തീയ ദേശം. അവരിൽ 600 പേരെ ശങ്കർ കൊന്നു. അങ്ങനെ അവർക്കൊരു സ്വസ്ഥത വരുത്തിയ ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. നാലാമത് നമുക്ക് ഇതിനകത്ത് കാണുന്ന ആ ഒരു സംഭവം, ഇതിൽ നിങ്ങൾ നോട്ടിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവർ എവിടേക്കാണ് ഈ ന്യായപാലനം ചെയ്തത്, ഏതൊക്കെ മേഖലകളിലാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ലഭിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോകാൻ എനിക്ക് ധൃതിയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകുന്നത്. പിന്നെ അടുത്ത ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് ദെബോരയും അതുപോലെ തന്നെ ബാരാക്കുമാണ്. ദെബോരയെ കുറിച്ചൊക്കെ നമുക്ക് നന്നായി കേട്ടിട്ടുണ്ട്. ദെബോര ഒരു എന്താ പറയാ, ഒരു പുരുഷന് പോലും ചെയ്യുവാൻ പറ്റാത്ത നിലവാരത്തിൽ ദെബോര പ്രവർത്തിച്ചതൊക്കെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ ന്യായപാലനം ചെയ്ത, ഇസ്രായേൽ ജനതയെ ന്യായപാലനം ചെയ്ത ന്യായാധിപന്മാരിൽ എന്താ പറയാ, സ്ത്രീ ആയിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നത് ദെബോരയായിരുന്നു. അവര് വളരെ നല്ല ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതുപോലെ തന്നെ അവർക്ക് നല്ല നേതൃത്വ പാഠവും ഉണ്ടായിരുന്നു. അത് അവരുടെ കഴിവ് അവിടെ ശരിക്കും അവരുടെ പ്രയോഗിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്, പുരുഷന്മാർക്ക് മാത്രമേ മേധാവിത്വം ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവം സ്ത്രീകളെയും അതുപോലെയുള്ള നേതൃത്വ നിരയിലേക്കൊക്കെ കൊണ്ടുവരും. പക്ഷെ അത് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ചില സ്ഥലത്തെങ്കിലും ചില സമയത്തെങ്കിലും ദൈവം അങ്ങനെ ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെബോരയുടെ ഒരു മാതൃക എന്ന് പറയുന്നത് ആ വിജയത്തിന്റെ എന്താ പറയാ, അതിന്റെ ഒരു അംഗീകാരം ദെബോര എടുക്കുവാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് ബാരാക്കിനെ കൂടെ കൂട്ടുവാനൊക്കെ ഇടയായിരുന്നത്. ആ ഹിസ്റ്ററി നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്താ പറയാ, സേനാപതിയായ സീസറയെ കൊല്ലാനും അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനും ഒക്കെ ദൈവം അവരെ സഹായിച്ചത് ദെബോര വഴിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഗിദയോനും അബിമലേക്കും, ആ 2 വ്യക്തികള്. ഇവരും ഇസ്രായേൽ ജനത്തെ അവരുടെ എന്താ പറയാ അടിമത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ദൈവം അവരെ വിടിവിക്കുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച 2 വ്യക്തികളായിരുന്നു, ഗിദയോനും അതുപോലെ തന്നെ അബിമലേക്കും. അവിടെ ഒത്തിരി സംഭവങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ 1,35,000 പേരെ കൊന്ന ചരിത്രമൊക്കെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തോല ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തു. യായീൻ അദ്ദേഹം ന്യായപാലനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇഫ്താഹിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ചിന്തിക്കാതെ എന്താ പറയാ, ശപഥം ചെയ്ത കേസിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ക്രൈസ്തവ വേദികളിലൊക്കെ നമുക്ക് നിരന്തരം കേൾക്കാവുന്ന സംഭവങ്ങളാണ്. ഇസ്ബാൻ, ഏലോൻ, അബ്ദോൻ, ഷിംഷോൻ, ഇങ്ങനെയുള്ളവരൊക്കെ ന്യായപാലനം ചെയ്തിട്ടുണ്ട്. ഇതില് 12 പേരുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിൽ 2 പേര് ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ നോട്ടിനകത്ത് തന്നെ മറഞ്ഞു കിടക്കുന്ന 2 വ്യക്തികളാണ്. ഒന്ന് ബാരാക്കും, 2 ബിലയാമും. ഇങ്ങനെ 2 വ്യക്തികൾ മറഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ 2 വ്യക്തികളുടെ പേര് അതിനകത്ത് കൊടുത്തിട്ടില്ല. അതിലൊന്ന് ഏലി പുരോഹിതനും ഒന്ന് ശമൂവേൽ പ്രവാചകനുമാണ്. ശമൂവേൽ പ്രവാചകനാണ് ഏറ്റവും ഒടുവിലത്തെ പ്രവാചകൻ ന്യായാധിപൻ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനും അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ പ്രവാചകനും ശമൂവേലാണ്. ഓക്കെ, ഇങ്ങനെ ഇസ്രായേൽ ജനതയെ അവരുടെ ആ ഒരു അധംപതിച്ച അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ അധാർമികമായ അവസ്ഥയിൽ നിന്ന് അവരെ ഉദ്ധരിച്ചെടുക്കുകയും ആത്മീകമായി അവരെ ഡെവലപ്പ് ചെയ്യുവാനൊക്കെ ആയിട്ട് ഇവർ ന്യായാധിപന്മാരെ ദൈവം ഉപയോഗിച്ചായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒത്തിരി പശ്ചാത്തലങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി വിശദീകരണങ്ങളിലേക്ക് പോയാൽ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ ഒത്തിരി ഉണ്ട് വിശദീകരണങ്ങൾ. അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ കുറിച്ചൊക്കെ ഒത്തിരി വിശദീകരിക്കാനുണ്ട്. അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ രൂത്തിന്റെ പുസ്തകം
റൂത്തിന്റെ പുസ്തകമൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. അതിന്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. റൂത്തിന്റെ പുസ്തകത്തിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു 1-2 വാക്കുകൾ ഒന്ന് പരിചയപ്പെടുത്താവോ അറിയാവുന്നവർക്ക്? ബൈബിളിലെ സ്ത്രീ എഴുതിയ ഒരു പുസ്തകമാണ്. ആ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഭർത്താവ് മരിച്ചതിന് ശേഷം ബോവാസ് എന്ന യുവാവിനെ മാരേജ് ചെയ്തിട്ട് രക്ഷ. ഓക്കെ, രൂത്ത് ഒരു മോവാബ്യ സ്ത്രീ ആയിരുന്നു. റൂത്ത് ഒരു മോവാബി സ്ത്രീ ആയിരുന്നു. ഓക്കെ. യേശുവിന്റെ വംശാവലിയില് കാണപ്പെടുന്ന ഒരു ശ്രീരത്നമാണ്. എങ്ങനെയാണ്? യേശുവിന്റെ വംശാവലിയിൽ കാണപ്പെടുന്ന ഒരു സ്ത്രീയാണ്, ഒരു സഹോദരിയാണ് റൂത്ത്. ഓക്കെ, അവരുടെ തലമുറയിൽ നിന്നാണ് കർത്താവ് ജനിച്ചത്. ജനനം. ഓക്കെ, വിശ്വാസത്താൽ പ്രവർത്തിച്ച സ്ത്രീ, അമ്മായിയമ്മേനെ വിശ്വാസത്താൽ പ്രവർത്തിച്ച സ്ത്രീയാണ്. വിശ്വാസത്താൽ പ്രവർത്തിച്ച ഒരു സഹോദരിയാണ്. ഓക്കെ. ഇസ്രായേൽ ജനത്തിന് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഒരു 618 നിയമങ്ങൾ കൂടെ അവർക്ക്, നിർദ്ദേശങ്ങൾ കൂടെ കൊടുത്തിരുന്നു. അത് അവരുടെ എന്താ പറയാ ജീവിതത്തിൽ അവർ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ പലയിടത്തും അത് അവർക്ക് എന്താ പറയാ അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ പാലിച്ചെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. പലരും അതിനെ മറികടന്നാണ് അവരുടെ ജീവിതം നടന്നു പോയതൊക്കെ. പക്ഷെ അതിൽ പല കാര്യങ്ങളും നടന്നത് റൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 10 കൽപ്പന കൂടാതെ അതുമായി ബന്ധപ്പെട്ട 618 കൽപ്പനകൾ ആവർത്തന പുസ്തകത്തിൽ കാണുന്നതും ലേവ്യ പുസ്തകത്തിൽ കാണുന്നതൊക്കെ ആയിട്ടുള്ള നിബന്ധനകൾ, എന്താ പറയാ നിയമപുസ്തകം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം നമുക്ക് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കും. അപ്പോൾ അത് റൂത്തിന്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് അതിലെ പല നിയമങ്ങളും ഇതിനകത്ത് നിവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് കൊണ്ട് സാധിക്കും. അപ്പൊ നമുക്കതിന്റെ രത്നചുരുക്കം അറിയാം. ഇസ്രായേൽ ജനത ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, അവരുടെ ഭരണത്തിലൂടെ കടന്നു പോകുമ്പോൾ ബേത്ലഹേമില് താമസിച്ചു കൊണ്ടിരുന്ന ഈ ഒരു ഫാമിലി, നവോമി, എലിയമിലേക്ക് അവരുടെ 2 മക്കളെ എഹ്ളോനും പിന്നെ ഒരു മകന്റെ പേരെന്തായിരുന്നു? കില്യോനും. 2 മക്കൾ, ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി. കില്യോനും അഹ്ളോനും അല്ലെ? അവര് 4 പേരും കൂടെ എങ്ങോട്ട് പോയി? ബേത്ലഹേമിൽ നിന്ന് എങ്ങോട്ടാ പോയത്? മോവാബിലേക്ക്. കാരണം ബേത്ലഹേമിൽ ഒരു ക്ഷാമം വന്നു. ഈ ക്ഷാമം എന്ന് പറയുന്നത് ആ ഭാഗങ്ങളിലൊക്കെ മിക്കവാറും സന്ദർഭങ്ങളിലൊക്കെ വന്ന് പോകുന്നൊരു സംഭവങ്ങളാണെന്ന് പറയുന്നത്. അവിടുത്തെ സീസൺ അനുസരിച്ചോ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ചോ ഒക്കെ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്നൊക്കെ ഇവര് ആശ്രയം വെക്കാറുള്ള ഒന്നുകിൽ മിസ്രൈമിൽ പോവും, അല്ലെങ്കിൽ അവര് മറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അഥവാ ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അവര് മാറിപ്പോവുക, സഞ്ചാരം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ അതുപോലൊരു സംഭവം വന്നപ്പോൾ, അതാണ് ആ രൂത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു വരുന്ന സംഭവങ്ങൾ. ഓക്കെ, അങ്ങനെ ഒരു സംഭവം വന്നപ്പോ ഈ എലിമിലേക്കും നവോമിയും അവരുടെ 2 മക്കളും കൂടെ മോവാബിലേക്ക് യാത്ര ചെയ്തു. കാരണം അവരുടെ ഒരു അയൽ രാജ്യമാണ് മോവാബ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മോവാബ് രാജ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ അതിനകത്ത് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ബേത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് അവര് യാത്ര ചെയ്തു. അവിടെ ചെന്ന് അവർ താമസിച്ചു. ഈ 2 മക്കൾക്ക് 2 സ്ത്രീകളെ, 2 യുവതികളെ അവർ വിവാഹം ചെയ്ത് എടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ, ഞാൻ അതിന്റെ രത്നചുരുക്കം പറയാണ്, നിർഭാഗ്യവശാൽ എലീമേലേക്ക് മരിച്ചുപോയി, അവരുടെ 2 മക്കളും മരിച്ചുപോയി. ശേഷിക്കുന്നത് നവോമിയും 2 മരുമക്കളും മാത്രമാണ് അതിനകത്ത് അവശേഷിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ 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 നവോമിയുടെ മക്കളാണോ കെലിയോനും? നവോമി എലിമേലേക്ക്. പിന്നെ കിലിയോനും പിന്നെ മറ്റേ പേര് അഹരോൻ എന്നാണോ? മഹളോനും കില്യോനും. പക്ഷെ നവോമിയുടെ 1-ാം അധ്യായത്തിൽ കാണാം, രൂത്തിന്റെ പുസ്തകം എടുത്ത് നോക്കി. അതെ 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 അതെ, അതിന്റെ ഹിസ്റ്ററി പറയുമ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ അത് പറയുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഇവര് ഈ ഒരു ക്ഷാമം വന്നപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നപ്പം ഞാൻ മനസ്സിലാക്കുന്ന ആ ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്ന അനുസരിച്ച് ഈ എലീമലേക്കും നവോമിക്കും ഒക്കെ അത്യാവശ്യം അവിടെ നിലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അവരത് വിട്ടിട്ടാണ് അവിടെ കൃഷി ചെയ്യാതെ വിട്ടിട്ടാണ് ആ ക്ഷാമം വന്നപ്പം അവർക്ക് പിടിച്ചു നിൽക്കാനാവാതെ ആയിരിക്കണം അവര് മോവാബിലേക്ക് പോയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മോവാബിൽ ചെന്നു, അവർക്ക് ഈ കഷ്ടങ്ങളൊക്കെ വന്നു. നവോമിയുടെ വാക്കുകളൊക്കെ നമുക്കറിയാലോ, അവള് നിറഞ്ഞവളായി പോയി ഒഴിഞ്ഞവളായിട്ട് തിരിച്ചു വന്നു എന്നൊക്കെ നവോമി വളരെ വിഷമത്തോടെ പറയുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ ഭാഗത്തേക്കൊന്നുമല്ല. ദൈവം അവർക്ക് കൊടുത്ത പ്രമാണം, ന്യായപ്രമാണം, ആ ന്യായപ്രമാണത്തിന്റെ വാല്യൂ, അതിന്റെ ആ ഒരു നിർമ്മലതയും അതിന്റെ ആ ഒരു എന്താ പറയാ സാധ്യതകളും, അതിനെക്കുറിച്ചാണ് ഞാൻ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് അല്പമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവരിവിടെ പോയി, ഓർപ്പ നവോമിയെ ചുംബിച്ച് പിരിഞ്ഞുപോയി. രൂത്ത് പിരിഞ്ഞു പോകാൻ ഇഷ്ടമില്ലാതെ നവോമിയോട് കൂടെ നാട്ടിലേക്ക് പോരുന്നു, അതായത് ബെത്ലഹേമിലേക്ക് തിരിച്ചു പോരുന്നു. അതാണ് അതിന്റെ ആ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തിരിച്ചു വന്നതിന് ശേഷം ഇവർക്ക് അവിടെ ജീവിക്കുവാൻ ഗത്യന്തരമില്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പോയി, നവോമി പറയുന്നതനുസരിച്ച് നിറഞ്ഞവളായിട്ട് പോയി ഒഴിഞ്ഞവളായിട്ട് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ സാമ്പത്തിക മേഖലകളിലും പ്രശ്നം ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ രൂത്ത് നവോമിയെ കൈവിടാതെ നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് നവോമിയുടെ കൂടെ അവിടെ വന്നു. ഇവിടെ വന്നിട്ട് നോക്കുന്ന സമയത്ത് അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ രൂത്തിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് രൂത്ത് അവർക്ക് ജീവിക്കുവാനുള്ള ഒരു വഴി കണ്ടെത്താനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നുപെടുന്നത് ബോവസിന്റെ വയലിലാണ്, അല്ലെ? ബോവസിന്റെ വയലിലാണ് ചെന്നുപെടുന്നത്. അപ്പോൾ ദൈവം ഇവർക്ക് കൊടുത്ത ചില നിയമങ്ങളും നിബന്ധനകളും ഇവരിവിടെ വളരെ കൃത്യമായിട്ട് ഇവരെ കീപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അവരെ എടുത്തു പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞ ഒരു മോവാബ്യ സ്ത്രീക്ക് ഒരു ഇസ്രായേലിന്റെ സഭയിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ മോവാബ്യരിൽ ആർക്കും ഇസ്രായേൽ സഭയിലേക്ക് കടന്നു വരാൻ അവർക്ക് അനുവാദമില്ലാത്തതാണ്. പക്ഷെ ഇവിടെ ദൈവം ഒരു കരുണ ചെയ്യുന്നതാണ്. ആ കരുണ ചെയ്യുന്നതോടു കൂടിയാണ് ആ രൂത്ത് അങ്ങോട്ട് എത്തുന്നതും അതുപോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ബോവാസിന്റെ വയലിൽ വന്ന് നമുക്കറിയാം, രൂത്ത് ആ വയലിൽ കൊയ്ത്ത് നടക്കുന്ന സമയമായി ആയതുകൊണ്ട് ആ കൊയ്ത്തിന്റെ ഇടയിൽ നിന്ന് വീഴുന്ന കറ്റകൾ പെറുക്കി, അല്ലെങ്കിൽ കാല പെറുക്കി, അതായത് അവരുടെ കണ്ണിൽ പെടാതെ അവിടെ വീണു പോകുന്ന കതിരുകൾ പെറുക്കി അവൾ അത് ശേഖരിച്ചു വെക്കുന്ന ചിത്രം ബോവസ് കാണുന്നുണ്ട്. ശരിയല്ലേ? നിങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ടോ? അതെ അതെ, ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു ദൈവിക നിയമം വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് അവിടെ ആ ഒരു ബോവസ് അവിടെ ഈ സ്ത്രീയുടെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ബോവസ് വളരെ നല്ല നിലയിൽ അവിടെ പ്രതികരിക്കുന്നുണ്ട്. ഈ സ്ത്രീയെ കണ്ടു, ആ സ്ത്രീ ഏതാണെന്ന് ചോദിച്ചറിഞ്ഞു. മാത്രമല്ല ആ സ്ത്രീയുടെ വിഷമം മനസ്സിലാക്കി ബോവസ് അവിടെ അവളോട് കരുണ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ബോവസ് അങ്ങനെ ചെയ്യുവാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്താണ് ദൈവിക നിയമത്തിന്റെ ആ ഒരു പ്യൂരിറ്റി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അഥവാ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ നിയമത്തിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ദൈവം എന്തുകൊണ്ട് ആ നിയമങ്ങൾ അവർക്ക് കൊടുത്തു എന്നുള്ളതിനെ കുറിച്ചുള്ള അതിന്റെ ഒരു സാധ്യതയെ കുറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ആവർത്തന പുസ്തകം 19 അധ്യായം അതിന്റെ 9 വാക്യം ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള നിയമത്തിന്റെ ഒരു ഭാഗമാണ്. എല്ലാ നിയമങ്ങളെ കുറിച്ച് നമ്മളിവിടെ എടുക്കുന്നില്ല. അവർ നിവർത്തിച്ചെടുത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പോർഷനിലേക്ക് മാത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ലേവ്യ പുസ്തകം 19 അധ്യായം അതിന്റെ 9 വാക്യം. പലയിടത്തും നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരികെ തീർത്തു കൊയ്യരുത്. നോക്കിയേ, ശ്രദ്ധിച്ചേ, ഇവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന ഒരു നിയമമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിൽ അങ്ങനെ ശ്രേഷ്ഠമായിട്ടുള്ള നിയമങ്ങൾ വേറെ ഇല്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവം തന്റെ ജനത്തിനെ ഒരു എന്താ പറയാ ധാർമ്മികമായ നിലവാരത്തിൽ അവർ എങ്ങനെ സമൂഹത്തിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു കൽപ്പന അവർക്ക് കൊടുത്തിരിക്കുകയാണ്. എന്താ കൽപ്പന? ഒരിക്കൽ കൂടി ആ ഭാഗം വായിച്ചേ.
നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരിക് തീർത്തു കൊയ്യരുത്. നിന്റെ കൊയ്ത്തിൽ കാല പെറുക്കുകയും അരുത്. അതിന്റെ 10ാമത്തെ വാക്യം കൂടെ വായിക്കാം. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ കാല പറിക്കരുത്. നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വീണ് കിടക്കുന്ന പഴം പെറുക്കുകയും അരുത്. അവയെ ദരിദ്രനും പരദേശിക്കും വിട്ടേക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു. ഓക്കെ, ഇതൊരു ശ്രേഷ്ഠമായ ഒരു കൽപ്പനയാണ്. ഇസ്രായേൽ ജനത്തെ ഡിസ്പ്ലേയിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അഗാപ്പെ മീഡിയ നമുക്കത് കൊണ്ടുവരുന്നുണ്ട്. ആ വാക്യത്തിന്റെ ഭാഗം ജിസേട്ടാ നമുക്കത് ഒന്നും കൂടെ ഒന്ന് ഡിസ്പ്ലേയിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗം ബൈബിളിലേക്ക് പോകാതെ തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ വളരെ ശ്രേഷ്ഠമായ ഒരു കൽപ്പനയാണ് നമുക്കിവിടെ കാണുവാൻ കൊണ്ട് സാധിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ദൈവം ആ കൽപ്പന കൊടുത്തത് എന്ന് നമ്മൾ ഈ ഒരു സംഭവത്തോടു കൂടെ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കൃത്യമാണ് അവിടെ. നിങ്ങളുടെ നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ വയലിന്റെ അരിക് ചേർത്ത് കൊയ്യരുത്. കാല മാത്രമല്ല, അരിക് ചേർത്ത് കൊയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയലിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത്, നമ്മുടെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് കാണുന്ന വയൽ പ്രദേശം, ആ വയൽ പ്രദേശത്തിന്റെ എന്താ പറയുക, ഓരോ കണ്ടങ്ങൾ തിരിച്ചിരിക്കുന്ന അതിരുകൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ആ കണ്ടങ്ങളുടെ അതിര് ഭാഗത്ത് വരുന്ന, അരികിൽ ഭാഗത്ത് വരുന്ന കതിരുകളൊന്നും വിളവൊന്നും കൊയ്തെടുക്കാൻ പാടില്ല. ഒരു നിശ്ചിത അകലം വിട്ടേ കൊയ്യാവുള്ളൂ. അതിന്റെ കാരണം നമുക്ക് ചുറ്റും പാർക്കുന്നവരെല്ലാവരും ധനവാന്മാരല്ല എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും പാർക്കുന്ന പലരും ധനവാന്മാരല്ല, അവരിൽ പലരും ദരിദ്രന്മാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെക്കുന്ന ഒരു ചെറിയൊരു കരുതലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ മറ്റൊരു ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് ദൈവം സൂര്യനെ സൃഷ്ടിച്ചതും ചന്ദ്രനെ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയാ മറ്റ് പ്രപഞ്ചത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ദൈവം സൃഷ്ടിച്ചത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമല്ല, സകലർക്കും വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് നീതിമാന്മാർ മാത്രമല്ല, ദുഷ്ടന്മാർ പോലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങള്, ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ കൈപ്പറ്റാൻ അവര് അർഹരാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇവിടെയുള്ള ദരിദ്രർ എന്ന് പറയുന്ന വ്യക്തികൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാണെങ്കിലും, അതുപോലെ തന്നെ പരദേശികൾ എന്ന് പറയുന്ന വ്യക്തികളാണെങ്കിലും, ഇവർക്കൊക്കെ ദൈവം കൊടുക്കുന്ന ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അത് അനുഭവിക്കുവാൻ വേണ്ടി നമ്മൾ മനഃപൂർവ്വം അവർക്ക് വിട്ടുകൊടുക്കണമെന്നുള്ളതാണ്. നമുക്ക് ദൈവം എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കൽപ്പനയാണ് ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഒക്കെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമെന്ന് നമ്മൾ വാഗ്വാദം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം. ഒരു പഴയ നിയമവിശ്വാസികൾ ആയിരിക്കുന്നവർക്ക് ദൈവം കൊടുത്ത ഒരു കൽപ്പന അങ്ങനെയാണെങ്കിൽ അതിനേക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ രൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ രൂത്ത് എന്ന് പറയുന്ന ആ യുവതി ബോവസിന്റെ വയലിലേക്ക് ചെല്ലുന്ന സമയത്ത് കാല പെറുക്കുന്ന കാല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അറിയാതെ വീണു പോകുന്ന കതിരിന്റെ മണികൾ അല്ലെങ്കിൽ അതിന്റെ ആ ചെറിയ ചെറിയ കതിരുകളൊക്കെ അത് പറക്കിയെടുത്ത് അവളുടെ എന്താ പറയാ കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ ഒക്കെ ആശ്വാസത്തിന് വേണ്ടി അത് കൊണ്ടുപോകുമ്പോൾ ബോവസ് നിന്ന് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതിനകത്ത് ക്രിസ്തുവിന്റെ എന്താ പറയാ നിഴലായിട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ട് ബോവസിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ നോട്ട് കയ്യിൽ കിട്ടുമ്പോൾ നമുക്കത് കാണുവാൻ കൊണ്ട് സാധിക്കും. നോട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടാതെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിവരണത്തിലേക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ധാർമ്മിക നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത്, മറ്റു സമൂഹ ജീവികൾ ഇവിടെ ഉണ്ട്. അവർക്ക് കൂടെ ഉള്ളതാണ്, അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയിലെ എല്ലാ നന്മകളും എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പാഠം കൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബോവസ് പറയുന്ന ഒരു സംഭവം, ഈ യുവതി ഇതെല്ലാം പറക്കിയെടുക്കുമ്പം അവന്റെ വേലക്കാരോട് ബോവസ് പറയുന്ന ആ ഒരു സംഭവം ഉണ്ട്. അവള് പറക്കുക മാത്രമല്ല, അവൾക്ക് വേണ്ടി മനഃപൂർവ്വം അതിൽ നിന്ന് വലിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ നോക്കുക എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് അവർക്ക് കൊടുത്ത നിയമം അവർ പാലിക്കുവാൻ ബാധ്യസ്ഥരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം.
അപ്പൊ അത് ദരിദ്രർക്കും അതുപോലെ തന്നെ അത് പരദേശികൾക്കും വേണ്ടി മനഃപൂർവ്വം വിട്ടുകൊടുക്കുന്ന ഒരു മാനസികമായ അവസ്ഥ ബോവസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി. അത് തിരുവെഴുത്തിന്റെ പല ഭാഗത്തും നമുക്കത് കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിരന്തരം നമുക്കത് കാണാൻ സാധിക്കും. പക്ഷെ നിവർത്തിച്ചെടുക്കുന്നവരിൽ പലരും വളരെ ചുരുക്കമായിരുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ഒരു നിയമം തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത യൂദ 30 വെള്ളിക്കാശ് വാങ്ങിയിട്ട് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. ഈ ഒരു നിയമം അവരവിടെ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിനെ മറികടന്ന് പോകാൻ സാധ്യമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ ആ ഒരു കാര്യം അവിടെ ചെയ്തത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ യൂദ ഈ 30 വെള്ളിക്കാശ് പിന്നീട് അദ്ദേഹം എന്താ പറയാ പരവശപ്പെട്ട് ആ പുരോഹിതന്മാരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ദൈവാലയത്തിൽ പോയിട്ട് അവർക്കത് തിരിച്ചു കൊടുത്തപ്പോൾ അവരത് വാങ്ങിച്ചില്ല. യൂദ അത് വലിച്ചെറിഞ്ഞ് കെട്ടിഞ്ഞാഞ്ഞ് ചത്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ പൈസ അവരെടുത്തിട്ട് പരദേശികൾക്കുള്ള എന്താ പറയാ ഒരു ശ്മശാന ഭൂമി വാങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു നന്മയിൽ അത് ആ കാലഘട്ടത്തിൽ അവർ ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത് അവർക്ക് കൊടുത്തിട്ടുള്ള നിയമത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്ത് നിവർത്തിച്ചെടുത്ത ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അടുത്ത ഒരു സംഭവമുണ്ട്, മറ്റൊരു നിയമം അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു നിയമമുണ്ട്. അത് എന്താ പറയാ ബോവസിലൂടെ നിവർത്തിച്ചെടുത്ത മറ്റൊരു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത നിയമാവലിയുടെ മറ്റൊരു ഭാഗം ദേവരധർമ്മം എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അതിനെ കുറിച്ചൊക്കെ നമുക്ക് മിക്കവാറും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എങ്കിൽ പോലും തീരെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ആ ഭാഗം കൊണ്ടുവരുന്നതാണ്. അപ്പോഴെന്താണ് ദേവരധർമ്മം? ദേവരധർമ്മത്തെ കുറിച്ച് ആവർത്തന പുസ്തകം 25-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ ദേവരധർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട്. ദയവീത് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 25-ന്റെ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങള്. സഹോദരന്മാർ ഒന്നിച്ചു പാർക്കുമ്പോൾ അവരിൽ ഒരുവൻ മകനില്ലാതെ മരിച്ചുപോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുവന് ഭാര്യയാകരുത്. ഭർത്താവിന്റെ സഹോദരൻ അവളുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ച് അവളോട് ദേവരധർമ്മം നിവർത്തിക്കണം. മരിച്ചുപോയ സഹോദരന്റെ പേര് ഇസ്രായേലിൽ മാഞ്ഞു പോകാതിരിക്കാൻ അവൾ പ്രസവിക്കുന്ന ആദ്യജാതനെ മരിച്ചവന്റെ അവകാശിയായി കണക്കാക്കണം. ഇതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള മറ്റൊരു നിയമം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് അതിനകത്ത് വ്യത്യസ്തമായ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഇത് ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള നിയമം അനുസരിച്ച് മറ്റു ജാതികളിൽ നിന്ന് പുത്രിപുത്രന്മാർക്ക് വിവാഹത്തിന് എടുക്കുവാനോ കൊടുക്കുവാനോ പാടില്ല എന്നുള്ള നിയമം അവർ വെക്കുമ്പോൾ തന്നെ അവരുടെ ആ വംശാവലി നിലനിർത്തുവാൻ, അവരുടെ പുരുഷ പ്രജകളുടെ പേര് വംശാവലി അവിടെ നിലനിർത്തുവാൻ വേണ്ടി ദൈവം വെച്ച മറ്റൊരു നിയമമായിരുന്നു ദേവരധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ത്രീ വിവാഹിതയായ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ വംശാവലി അവിടെ നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരൻ ഈ സ്ത്രീയെ വീണ്ടെടുക്കണമെന്നുള്ളതാണ്. അങ്ങനെ വീണ്ടെടുത്ത് അവർക്ക് അതിലൂടെ പുത്രസമ്പാദനമോ അല്ലെങ്കിൽ സന്താന സൗഭാഗ്യങ്ങളോ കൈവരിക്കണം എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിട്ടുള്ള നിയമം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സംഭവം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉണ്ടാകുന്ന ആദ്യജാതനെ മരിച്ചുപോയ വ്യക്തിയുടെ പേരിൽ പരിഗണിക്കണം എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ ഈ ദേവരധർമ്മം എന്ന് പറയുന്ന ഒരു വലിയ സിസ്റ്റം, ആ സിസ്റ്റം ശരിക്കും അത് അവിടെ കൊണ്ടുവരുന്നത് ബോവസ് രൂത്തിലൂടെ അത് നിവർത്തിച്ചെടുക്കുകയാണ്. സത്യത്തിൽ രൂത്ത് എന്ന് പറയുന്നത് ഒരു മോവാബ്യ സ്ത്രീയാണ്. പക്ഷേ ഇവിടെ നവോമിയുടെ മകൻ അല്ലെങ്കിൽ എലീമേലെക്കിന്റെ മക്കളിൽ ഒരാളുടെ ഭാര്യ ആയതുകൊണ്ട് അവരെ വീണ്ടെടുക്കേണ്ട ചുമതല എലീമേലെക്കിന്റെ ഭവനത്തിലുള്ള ഏറ്റവും അടുത്തൊരു ചാർച്ചക്കാരനിൽ അത് ഒരു നിയമമായിട്ട് കെടുക്കുകയാണ്. അവർക്ക് അത് വിട്ടുപോകാൻ സാധ്യമല്ല. ഇപ്പൊ രൂത്തിന്റെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ അതിനകത്ത് ആ ഒരു ട്വിസ്റ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബോവസിന്റെ വയലിലേക്ക് എത്തിപ്പെട്ടു എങ്കിലും ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ എന്ന് പറയുന്നത് ബോവസ് അല്ലായിരുന്നു, അത് വേറൊരുത്തരുണ്ടായിരുന്നു. അവനെ ബോവസ് കണ്ടെത്തി അവളെ വീണ്ടെടുക്കുവാനുള്ള ആഹ്വാനം കൊടുത്തപ്പോൾ അവനത് നിരസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെയുള്ള മറ്റു നിയമങ്ങളെ കുറിച്ചൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിരസിക്കുന്നവനെ എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ. അത് ആ കാലഘട്ടത്തിലൊരു നിയമമാണ്. ഈ കാലഘട്ടത്തിലേക്ക് അത് ബാധകമൊന്നുമല്ല. പക്ഷെ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നിയമം ബാധകമാണ്. അപ്പോൾ അവരുടെ വംശാവലി നിലനിർത്തുവാൻ വേണ്ടി
അങ്ങനെ ബോവസ് ഈ സ്ത്രീയെ തന്റെ ഭാര്യയായിട്ട് പരിഗണിക്കുന്നത് ഈ ഒരു നിയമപ്രകാരമാണ്. ഓക്കെ, അപ്പൊ ദേവരധർമ്മം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തതിന്റെ പുറകിൽ അത് നിവർത്തിച്ചെടുക്കുന്ന ഒരു ഫാമിലിയാണ് രൂത്തും ബോവസും, അല്ലെങ്കിൽ ബോവസ് എന്ന് പറയുന്ന ആ മഹാനായ വ്യക്തി, മഹാമനസ്കനായ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ നിങ്ങളോട് ചോദിച്ച കൂട്ടത്തില് ഒരു ആൻസർ വന്നത് രൂത്തിനെ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പരിഗണിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അർത്ഥം വേദശാസ്ത്രജ്ഞന്മാരൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതൊക്കെ ദൈവം ഒന്നിന് യോഗ്യത ഉണ്ടായിട്ടല്ല നമ്മെ പരിഗണിക്കുന്നത്. ദൈവം നമ്മെ എന്താ പറയാ, കരുണാമയനായ ദൈവം ദൈവത്തിന്റെ ആ ആർദ്രത മൂലം നമ്മെ പരിഗണിക്കുകയാണ് പലയിടത്തും. എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ചൊക്കെ വിലയിരുത്തുമ്പോഴൊക്കെ നമ്മൾ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു എന്നുള്ളതാണ്. രൂത്തിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, രൂത്ത് ഇതിന് യോഗ്യതയുള്ള ഒരു സ്ത്രീ ആയിരുന്നില്ല. ബോവസിന്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ യാതൊരു തരത്തിലും യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീയാണ്. ബോവസിന്റെ എന്ന് മാത്രമല്ല, ഒരു എന്താ പറയാ, ഇസ്രായേൽ ജനതയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭാര്യയായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള സ്ത്രീ ആയിരുന്നില്ല ഓർപ്പയും രൂത്തും എന്ന് പറയുന്നത്. അതിൽ തന്നെ അതിനെ വീണ്ടെടുക്കുവാൻ മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒരു സാഹചര്യം, അത് ഒരു ഇസ്രായേലിയ പൗരന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ദേവധർമ്മത്തിലേക്ക് ആ ഒരു നിയമത്തിന്റെ വഴിത്തിരിവിലൂടെ പരിഗണിക്കുവാൻ തക്കവണ്ണം അവിടെ സാധ്യമായത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, ഈ രൂത്തിനെ ദേവധർമ്മം വഴി ബോവസ് വീണ്ടെടുക്കുമ്പോൾ, ഒരു ചാർച്ചക്കാരനായിട്ട് വീണ്ടെടുക്കുമ്പോൾ, ദേവധർമ്മം എന്ന് പറയുന്ന സിസ്റ്റം അവിടെ നിവർത്തിക്കപ്പെടുമ്പോൾ, അതിനുവേണ്ടി ഒരുക്കപ്പെടുമ്പോൾ, ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന എന്നെയും നിങ്ങളെയും എന്ത് ചെയ്തു? ദൈവം വീണ്ടെടുത്തു. അതെങ്ങനെ വീണ്ടെടുത്തത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്നുള്ളതാണ്. രൂത്തിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഓക്കെ, ഇവിടെ ദേവരധർമ്മം വഴി ഒരു വംശാവലി നിലനിർത്തുവാൻ വേണ്ടി അവരവിടെ പെടാപാട് പെടുമ്പോൾ, എന്റെയും നിങ്ങളുടെയും അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ യാതൊരു തരത്തിലും നമുക്ക് ഈ അവസ്ഥയിലേക്ക് വരുവാൻ, അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന്റെ അവസ്ഥയിലേക്ക് വരുവാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു. പക്ഷെ ദൈവം നമ്മെ പരിഗണിക്കുകയാണ്. ദൈവം നമ്മെ ഒരു വ്യത്യസ്തമായ നിലവാരത്തിൽ നമ്മെ പരിഗണിച്ച് എന്താ പറയാ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ, റോമാലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ നമ്മളെ പരിഗണിക്കുകയാണ്. ഓക്കെ, ഞാൻ ഒത്തിരി അങ്ങോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ആ ഒരു നിയമം, സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. എനിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിച്ചാലൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ദൈവം അത് ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവർ പ്രവാസത്തിലേക്ക് പോയി മടങ്ങി വന്ന സമയത്ത്, അവരുടെ ന്യായപ്രമാണം വായിച്ചു കേൾപ്പിക്കുന്ന സമയത്ത്, ശാസ്ത്രിമാരൊക്കെ ആ ജനത്തെ വായിച്ചു കേൾപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു അവസ്ഥയെ കുറിച്ച്, ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഒരു ദേവരധർമ്മം എന്ന് പറയുന്ന സിസ്റ്റം അല്ല അവിടെ നടക്കുന്നത്. അത് അതിനെതിരായിട്ടുള്ള മറ്റൊരു സംഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതികളുമായിട്ട് ഇടകലർന്ന സംഭവമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്നു, അന്ന് ജനം കേൾക്കെ മോശയുടെ പുസ്തകം വായിച്ചതിൽ അമ്മോന്യരും മോവാബരും ദൈവത്തിന്റെ സഭയിൽ ഒരു നാളും പ്രവേശിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർക്ക് ഒരിക്കലും ഇസ്രായേൽ സഭയ്ക്കകത്ത് പ്രവേശിക്കുവാൻ ന്യായമില്ലാത്തതാ. പക്ഷെ ദൈവം അവരെ രൂത്തിനെ പരിഗണിച്ച് എടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. 16 ന്യായാധിപന്മാരെ നമ്മൾ പരിചയപ്പെട്ടു, ഒരു ചെറിയ തോതിലെങ്കിലും പരിചയപ്പെട്ടു. രൂത്തിന്റെ പുസ്തകത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അതെ, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ. ഓക്കെ, വളരെ കൃത്യമാണ്. പിന്നെ ഉള്ളത് നമുക്ക് ശമൂവേലിന്റെ 2 പുസ്തകങ്ങളും അതുപോലെ തന്നെ രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങൾ, 2 ദിനവൃത്താന്തങ്ങളുടെ 2 പുസ്തകങ്ങൾ. ഈ 6 പുസ്തകങ്ങൾ കൂടെ നമുക്ക് ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ സാധ്യമല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ അതിന്റെ ഒരു പശ്ചാത്തലം മാത്രം പറഞ്ഞ് ഇന്ന് ഇവിടെ ഈ ക്ലാസ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്.
വളരെ ഫാസ്റ്റായിട്ട് പോയാലേ പറ്റുള്ളൂ. ഞാൻ രൂത്തിന്റെ പുസ്തകത്തിൽ നിൽക്കാനുള്ള കാരണം ആ ദൈവം കൊടുത്ത നിയമത്തിന്റെ പ്രസക്തിയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ രൂത്തിന്റെ പുസ്തകത്തിൽ അല്പസമയം നിന്നത്. ഓക്കെ, അപ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം ന്യായാധിപന്മാരുടെ കാലഘട്ടം തീരുന്നതോടുകൂടെ ആണ് ശമൂവേലിന്റെ പുസ്തകം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോ ആ കാലഘട്ടത്തില് ഏറ്റവും ഒടുവിലത്തെ ഒരു ന്യായാധിപനായിരുന്നു ശമൂവേൽ, ഏറ്റവും ഒടുവിലത്തെ. അതിന് മുമ്പുള്ള ന്യായാധിപൻ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ മഹാപുരോഹിതൻ തന്നെയായിരുന്ന ഏലി പുരോഹിതനായിരുന്നു. അപ്പൊ ഏലി പുരോഹിതന്റെ മക്കൾ തുടർന്നുള്ള ന്യായപാലനത്തിന് യോഗ്യരല്ലാതെ പോയി. ആ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അവര് യോഗ്യരല്ലാതെ പോയത് കൊണ്ട് ആ സ്ഥാനത്തേക്ക് പിന്നെ പരിഗണിക്കുന്നത് ശമൂവേലിനെയാണ്. ശമൂവേൽ അവർക്ക് ന്യായപാലനം ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അവരുടെ ഒരു പ്രവാചകനായിട്ട് നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണുന്നത് കൊണ്ട് സാധിക്കും. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് ഏലി പുരോഹിതന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു വലിയ വിപത്തിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുന്നത് കൊണ്ട് സാധിക്കും. അതായത് ഏലി പുരോഹിതന്റെ മക്കൾ ഏലി പുരോഹിതന്റെ വാക്കുകളെ കേൾക്കാതെ ഒരു എന്താ പറയാ ഏറ്റവും മോശമായ വഴികളിലൂടെ കടന്നു പോകുകയും വളരെ അമാതൃകമായിട്ടുള്ള നിലവാരത്തിൽ ജീവിക്കുകയും ചെയ്ത 2 വ്യക്തികളായിരുന്നു അവരുടെ 2 മക്കൾ എന്ന് പറയുന്നത്. അവർക്ക് അതിനുള്ള എന്താ പറയാ ദൈവികമായ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് അവർക്ക് അതിന് എന്താ പറയാ അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങളൊക്കെ ദൈവം ചെയ്തു. അവരെ നശിച്ചു പോകുകയും ചെയ്തൊക്കെ ആയിട്ട് നമുക്ക് കാണുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇവരുടെ കാലത്താണ് ഇസ്രയേൽ ജനതയുടെ ദൈവം അവർക്ക് കൊടുത്ത ആ നിയമപ്പെട്ടകം നഷ്ടപ്പെടുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അവരുടെ നിയമം പെട്ടകം പിടിക്കപ്പെടുന്നതും അത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അത് ഇരിക്കുകയും അത് അവർക്ക് വലിയ വിപത്തുണ്ടാക്കുകയും ഒക്കെ ചരിത്രം നമുക്ക് അവിടെ ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ പ്രത്യേകതകള്, അതിന്റെ മറ്റ് അവസ്ഥകളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അവർക്ക് ദോഷമായിട്ട് ഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ. അപ്പൊ ശമൂവേലിന്റെ 1-2 പുസ്തകങ്ങള്, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങള്, ദിനവൃത്താന്തത്തിലെ 2 പുസ്തകങ്ങൾ, ഈ 2 അത് കഴിഞ്ഞ് രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് ദിനവൃത്താന്ത പുസ്തകങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ യസ്ര, നെഹമ്യാവ്, എസ്തേർ, ഇത്രയും ചരിത്ര പുസ്തകങ്ങളാണ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകുവാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ബാക്കിയുള്ള പുസ്തകങ്ങളെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്കത് കൂടുതൽ പരിഗണിക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള രൂത്തിന്റെ പുസ്തകത്തിൽ നിന്നോ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സാറേ, ഈ മോവാബിയ വംശം, അതായത് നവോമിയുടെ ഇത്, അത് എബിമലേക്കിന്റെ എബിമലേക്കായിരുന്നു അവരുടെ പൂർവികര്. എലിമലേക്കും നവോമിയും അവര് മോവാബിയ വംശക്കാരായിരുന്നു അല്ലെ? അല്ല, അവര് ഇസ്രായേൽ ജനവിഭാഗത്തിൽ തന്നെ വരുന്നവരാണ്. നവോമിയും എബിമലേക്കും ഇസ്രായേൽ എതിരെയാണ്. അപ്പൊ മോവാബിയ സ്ത്രീ നമ്മുടെ റൂത്തല്ല വരുന്നത്? അതെ, മോവാബി സ്ത്രീ എന്ന് പറഞ്ഞാൽ രൂത്തും ഓർപ്പയുമാണ് അവരുടെ മരുമക്കളായിരുന്നത്. അത് അവർ മോവാബി ദേശത്ത് ചെന്നപ്പോഴാണ് അവര് കല്യാണം കഴിക്കുന്നത്. മഹളോണും കില്ലോനും വേണ്ടി അവര് വിവാഹം ചെയ്തെടുക്കുന്നത്. അപ്പൊ ഈ മോവാബിയക്കാരെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വംശത്തിലുള്ളതല്ല, പിന്നെ അതിനെ അവര് തമ്മിലൊരു ബന്ധം വരുന്നത്? അതായത് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം, വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ മോവാബിർ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ഒരു സംഭവം കാണാൻ സാധിക്കും. അബ്രഹാമിന്റെ കൂടെ ഒരു ലോത്തിനെ നമുക്ക് പരിചയമുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ലോത്തിന്റെ ഹിസ്റ്ററി നമുക്കറിയാം. സോദോം ഗൊമോറ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ? ഓക്കെ, അറിയില്ല, ഞാൻ ഒന്ന് ചെറിയ തോതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ സോദോം ഗൊമോറ നശിപ്പിക്കപ്പെടുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ സോദോം ഗൊമോറ അവിടുത്തെ ആ അധാർമികമായിട്ടുള്ള ജീവിതം നയിച്ചത് കൊണ്ട് ആ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. ആ മുന്നറിയിപ്പ് കൊടുക്കുന്നതനുസരിച്ച് ലോത്തിനോട് പറയുന്നു, നിന്റെ ഭാര്യയും മക്കളെയും മരുമക്കളെയൊക്കെ കൂട്ടി നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് അവിടുന്ന് എത്രയും പെട്ടെന്ന് പോണം, നിങ്ങൾ പോയതിനു ശേഷം വേണം ഈ ദേശം നശിപ്പിക്കാൻ എന്നുള്ള നിലവാരത്തിലാണ് ലോത്തിനോട് ദൈവദൂതൻ സംസാരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ലോത്തിന്റെ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ലോത്തിന്റെ ഭാര്യ ഒരല്പം
എന്താ പറയാ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയാ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവൾക്ക് സോദോം ഗോമോറ എന്ന് പറയുന്ന ആ പട്ടണത്തിന്റെ ആ ഒരു നിലവാരത്തെ വിട്ട് അവൾക്ക് അവിടെ വിട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, അതായത് സോദോം ഗോമോറയെ കുറിച്ച് നിങ്ങൾ ഇനി ചിന്തിക്കണ്ട, അത് നിങ്ങൾക്ക് ഉള്ളതല്ല, അതിനെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്നു എന്ന ആ ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തു. പക്ഷെ ലോത്തിന്റെ ഭാര്യ അതനുസരിച്ചില്ല. അങ്ങനെ ലോത്തിന്റെ ഭാര്യ അവിടെ ഉപ്പുതൂണായിട്ട് നിൽക്കുന്ന ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അങ്ങനെ ലോത്തിന്റെ 2 പെൺമക്കളും കൂടെ ആ ദേശത്തു നിന്ന് ഓടി അടുത്തൊരു സ്ഥലത്തിലേക്ക് മാറി താമസിക്കുന്ന ഒരു ഹിസ്റ്ററി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ സംഭവിച്ചൊരു കാര്യം ശരിക്കും നമുക്ക് അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നു അല്ലെങ്കിലും ഒരു അവിഹിത വീഴ്ച അവിടെ നടക്കുന്നുണ്ട്. അപ്പനും മക്കളും തമ്മിലുള്ള ഒരു അവിഹിത വീഴ്ച അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് അതിൽ നിന്ന് ഉത്ഭവിച്ച മക്കളാണ് അമ്മോന്യരും അതുപോലെ തന്നെ മോവാബിരും എന്ന് പറയുന്ന 2 വിഭാഗക്കാര്. 2 മക്കളിൽ നിന്ന് അവിഹിതമായി ഉണ്ടായ സ്വന്തം പിതാവിൽ നിന്ന് സ്വന്തം പെൺമക്കളിൽ ജനിച്ച ഒരു ജനവിഭാഗമാണ് അമ്മോന്യരും അതുപോലെ തന്നെ മോവാബിരും എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ജനവിഭാഗമാണ് മോവാബ്യ ദേശത്ത് താമസിച്ചുകൊണ്ടിരുന്നത്. അതിൽപ്പെട്ടത ഒരു സ്ത്രീയാണ് രൂത്ത് അതുപോലെ ഓർപ്പ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായി. ശരി, അപ്പൊ അവർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഇസ്രായേൽ ജനവുമായിട്ട് സമ്പർക്കം ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു. ഓക്കെ, അപ്പം ഇതായിരുന്നു അതിന്റെ അടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് വേറെ റീസൺ ഉണ്ട്. ഇസ്രായേൽ ജനത മിസ്രയീമിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ മോവാബ് ദേശത്തൂടെ പോകേണ്ട ഒരു ആവശ്യം വന്നു. ആ ആവശ്യം വന്നപ്പോ അവരുടെ എന്താ പറയാ അവർക്ക് ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ട സഹായം മോവാബിന് ചെയ്തില്ല, അമ്മോന്യരും മോവാബിന് ചെയ്തില്ല എന്നൊരു വലിയ കുറ്റം അവരുടെ ഭാഗത്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു, അവരുടെ 10ാം തലമുറ പോലും ഇസ്രായേൽ സഭയിലേക്ക് പ്രവേശിക്കരുത്. ഓക്കെ, ആ ഹിസ്റ്ററി ക്ലിയർ ആയല്ലോ അല്ലെ? ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആവർത്തന പുസ്തകത്തില് അതിന്റെ നിയമത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ നിയമത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ഒരു ഭാഗം എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിന്റെ 3-ാമത്തെ 4-ാമത്തെ വാക്യം. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അതിന്റെ കാരണം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ എതിരേൽക്കായിക കൊണ്ട് നിന്നെ രക്ഷിപ്പാൻ അവർ മെസൊപ്പൊത്താമിയ. 2-ാമത്തെ ഒരു റീസൺ പറഞ്ഞു. 1-ാമത്തെ കാരണം പറയുന്നത്, നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ നിങ്ങൾക്ക് അപ്പവും വെള്ളവും കൊണ്ടുവന്ന് നിങ്ങളെ സഹായിച്ചില്ല, അതുകൊണ്ട് അവർ പ്രവേശിക്കരുത്. 2-ാമത്തെ റീസൺ കൂടെ പറയുന്നുണ്ട്. ആർക്കെങ്കിലും പറയാവോ? ഹലോ, അറിയില്ല. ഓക്കെ, അതിന്റെ 4-ാമത്തെ വാക്യം തന്നെ കിടപ്പുണ്ട്. നിന്നെ ശപിപ്പാൻ അവർ മെസൊപ്പൊത്താമിയയിലെ പെദോരിൽ നിന്ന് ബയോരിന്റെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചത് കൊണ്ട് തന്നെ. അറിയാം. ഓക്കെ, അപ്പൊ ബിലയാം എന്ന് പറയുന്ന വ്യക്തിയെ എന്താ പറയാ ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ വേണ്ടി മോവാബി രാജാവായ എന്താ പറയാ രാജാവ് ബിലയാമിനെ കൂലിക്ക് വിളിച്ച ഒരു ഹിസ്റ്ററി കൂടെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ 2 കാരണങ്ങൾ കൊണ്ട് ഇസ്രായേൽ ജനതയുടെ സഭയിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് ദൈവം എഴുതി വെച്ചൊരു നിയമമാണ്. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ദൈവം അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ദൈവത്തിന്റെ ആർദ്ര കരുണ എന്നൊക്കെ പറയുന്നത്. അവരുടെ 10ാം തലമുറ, ഞാൻ അതിന്റെ ആ ഒരു കാൽക്കുലേഷനൊക്കെ ഇതിന് മുന്നേ ഒന്ന് കണക്കൂട്ടി നോക്കിയപ്പോഴൊക്കെ ഏകദേശം 10ാം തലമുറ തന്നെയാണ് രൂത്തിന്റെ ആ ഒരു ജനറേഷനൊക്കെ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കർത്താവ് നമ്മെ സഹായിക്കും. യൂദയുടെ 30 വെള്ളിക്കാശ് അത് ഇതിനോട് ബന്ധപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയുമോ? അത് ഈ നിയമത്തിന്റെ ഒരു ഭാഗമാണത്. അതായത് പരദേശികൾക്ക് വേണ്ടി ഒരു ശ്മശാന ഭൂമി ആ പൈസ കൊണ്ട് അവർ മേടിച്ചു, പരദേശികളെ സഹായിക്കാൻ വേണ്ടി. ആ പൈസയുടെ പ്രാധാന്യം അല്ല ഞാനവിടെ പറയുന്നത്.
അവര് ഒരു പരദേശിയെ സഹായിക്കാൻ വേണ്ടി അവരുടെ ആ ഒരു നിയമപ്രകാരമുള്ള ഒരു ഒരു ഇത് അവിടെ അവര് എന്താ പറയാ അവരത് നിവർത്തിക്കുന്നു എന്നുള്ള നിലവാരത്തിലേക്ക് അവരതവിടെ കൊണ്ടുവരുന്നു എന്ന് മാത്രം. ശപിക്കപ്പെട്ടതായിരുന്നല്ലോ ആ പണം. അതെ, അതുകൊണ്ടാണ് അത് അവരെടുക്കാതെ പരദേശികൾക്ക് വേണ്ടി അത് മാറ്റിവെച്ചത്. അവരതെടുത്തില്ലല്ലോ. റോമക്കാരാണ് ചെയ്തത്. റോമക്കാരല്ല ചെയ്തത് പുരോഹിതന്മാരാ ചെയ്തത് പുരോഹിതന്മാരാണ്. പക്ഷെ അവരാ കാഴ്ച ദൈവത്തിലേക്ക് എന്തോ പരദേശിക്ക് വേണ്ടി ചെയ്യുമ്പോഴേ അതൊരു നല്ല കാര്യമാണല്ലോ, പരദേശിക്ക് വേണ്ടി ചെയ്യുന്നത്. എന്താ പറയാ, നല്ല കാര്യമാണ് ചെയ്തത്. പക്ഷെ ആ പണം അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് എടുക്കാതെ അവിടെ വരുന്ന പരദേശികൾക്ക് വേണ്ടി അത് വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാല പെറുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ പണം അവരുടേതല്ലാത്ത നിലവാരത്തിൽ അതിനെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. വേറൊരു ഡൗട്ട് സാറേ, ഈ മോവാബി ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹിസ്റ്റോറിക്കൽ പ്രകാരം ഏതായിരിക്കും? ഹിസ്റ്റോറിക്കൽ പ്രകാരം മോവാബി ദേശം എന്ന് പറയുന്നത്, ഞാൻ ആ മാപ്പിനകത്ത് നിങ്ങൾക്കൊരു ചാവുകടൽ കാണിച്ചു തന്നില്ലായിരുന്നോ? ഉണ്ട്. അതിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന, അതായത് യോർദാന്റെ അങ്ങേ ഭാഗത്ത് കിടക്കുന്ന ഒരു ഭാഗമാണത്. ശരിക്കും ഈ ചാവുകടൽ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ സൊദോം ഗൊമോറ എന്ന് പറയുന്ന ആ ദേശത്തിന്റെ ഭാഗമാണത്. ഓക്കെ, അപ്പൊ അതിന്റെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന, കിഴക്ക് പടിഞ്ഞാറല്ല, തെക്ക് കിഴക്കായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ മോവാബ് ദേശം എന്ന് പറയുന്നത്. ജോർദാന്റെ ഒരു വശമായിട്ട് വരും അല്ലേ? ജോർദാന്റെ ഒരു സൈഡായിട്ട് വരും. ബൈബിളിലെ മാപ്പിലുണ്ട് അത്. ഏതാ? ബൈബിളിലെ ആ മാപ്പിലുണ്ട്. ഇസ്രായേൽ ഗോത്രങ്ങളെ കാണിക്കുന്ന ആ പലസ്തീന്റെ പടം അതില് എഴുതിയിട്ടുണ്ട്. മോവാബ് സാധിക്കും. അതെ, കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. അപ്പൊ ഓരോ രാജ്യങ്ങളുടെ ഓരോ പോർഷൻസ് ആയിട്ട് അബ്രഹാമിന്റെ വാഗ്ദത്തം കൊടുത്തിട്ടുള്ള ദേശങ്ങളുടെ ഓരോ രാജ്യങ്ങളുടെ ഓരോ പോർഷൻസ് ആയിട്ട് വരുമായിരിക്കും. പലസ്തീന്റെ ഓരോ പോർഷൻ അങ്ങനെ ആയിട്ടാണോ വരുന്നത്? പാലസ്തീൻ എന്ന് പറയുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിലാണ് നമുക്ക് അങ്ങനെ വേർതിരിച്ച് കാണാൻ സാധിക്കുന്നുള്ളൂ. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാല് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അനുസരിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ചതുപോലെ മെഡിറ്ററേനിയൻ കടലിന്റെ അവിടെ നിന്ന് മുതൽ, അഥവാ ഇസ്രായേൽ ഗാസ സ്ട്രിപ്പൊക്കെ എടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗം തുടങ്ങി ഫ്രാത്ത് നദി വരെ എടുക്കുന്ന ആ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ആ മാപ്പിനകത്ത് ഞാൻ കാണിച്ചിരുന്നു. അബ്രഹാമിന്റെ പ്രയാണം എന്നൊക്കെ പറഞ്ഞ ആ മാപ്പുണ്ടല്ലോ, ആ മാപ്പിനകത്ത് കാണിച്ച ഭാഗങ്ങൾ മുഴുവനും ഇസ്രായേൽ ജനതയ്ക്ക് അവകാശപ്പെട്ടതാണ് ശരിക്കും. ഞാൻ അല്ല സാറേ, ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജോർദാൻ കംപ്ലീറ്റ് ഉണ്ടാവില്ല, അതിന്റെ ഒരു പോർഷൻസ് ആയിട്ടൊക്കെ കംപ്ലീറ്റ് ഇല്ല. ജോർദാൻ കംപ്ലീറ്റ് ഇല്ല. ജോർദാന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിനകത്ത് വരുന്നുള്ളൂ, ഈ മോവാബ് ദേശത്ത് വരുന്നുള്ളൂ. അതായത് 136 സങ്കീർത്തനത്തിൽ നമ്മള് രത്നചുരുക്കമായിട്ട് ഇസ്രായേലിന്റെ യാത്രയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെ ഈ ഓഗിനെ കുറിച്ചും സീഹോനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടുത്തെ രാജാക്കന്മാരായിരുന്നു. ഓക്കെ, അവരൊക്കെ ബലവാന്മാരായിരുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എന്താ പറയാ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടെ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്.